ഹായ് ഹലോ ഫാമിലി ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർക്കാപ്പുളി അല്ലെങ്കിൽ ഇരുമ്പമ്പുളി വെച്ചിട്ട് എങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പല റെസിപ്പിയും ഇരുമ്പമ്പുളി വെച്ചിട്ട് ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചട്ടി ഇതുപോലെ എണ്ണ ചൂടാക്കുക. അതിലേക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ചതച്ചിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കപ്പിൽ ഫുള്ളായിട്ടും നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാന്താരി മുളക് പൊട്ടിത്തെറിക്കാതെ നമ്മൾ പതുക്കെ ഒന്ന് തീ കുറച്ച് വെച്ച് നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് കൊടുത്താൽ മതി. പിന്നെ കാന്താരി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 2 തണ്ട് കറിവേപ്പിലുണ്ട്, അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ്ടൊക്കെ അതിൻ്റെ പൊട്ടലും ഇതൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി നമ്മൾ കാന്താരി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 1/2 സ്പൂണ് മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഓർക്കപ്പുളി ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തത് നല്ല പച്ച കളറുള്ള ഓർക്കപ്പുളി തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളും ഉള്ളിയിലതൊക്കെ നമ്മൾ ഈ ഒരു ഓർക്കാപ്പുളിയിലേക്ക് പിടിക്കുക. പോലെ ഓർക്കാപ്പുളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. 2 സ്പൂൺ ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് അത്യാവശ്യം ഉപ്പ് വേണം, കാരണം ഈ ഓർക്കാപ്പുളിയിലേക്കും അതുപോലെ മീനിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ട്, ഉപ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി. പിന്നെ ഏതാണ്ട് അതൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു ചെറിയ കപ്പിന് ഫുള്ളായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിത് ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് തുറക്കുമ്പോഴേക്കും ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ടാവും. അന്നേരം നമുക്ക് നമ്മുടെ നന്നാക്കി വെച്ചിട്ടുള്ള ചെറിയ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മത്തി തന്നെ വളരെ കുഞ്ഞിതാവാതെയും പോലെ പറ്റ വലുതാവാതെയും ശ്രദ്ധിക്കുക. ഒരു മീഡിയം സൈസിൽ മത്തിയാണ് ഇതിലേക്ക് ഒന്നും കൂടി സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടും അതിൻ്റെ പൊടികൾ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് മുഴുവനായിട്ടും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച് നമ്മൾ തുറക്കുമ്പോൾ അങ്ങനെ തിളച്ച് വരുന്നുണ്ടാവും. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ മത്തിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേക്കിനും നമ്മുടെ കറിയൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഓർക്കാപ്പുളി ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണേ.